ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL EDITS. NKL EDITSൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ ലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ 3 ഇമേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇമേജ് ആഡ് ചെയ്യേണ്ട രീതി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഈ ഒരു ഇമേജ് ആഡ് ചെയ്യുക, അതായത് ബാക്ക്ഗ്രൗണ്ടോട് കൂടി ഒരു ഇമേജ് ആഡ് ചെയ്യുക. ശേഷം ആ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഒരു ഇമേജ് ആഡ് ചെയ്യുക. ശേഷം നമ്മൾ വേറെ തന്നെ ആയിട്ട് ഒരു ഫോട്ടോയും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് അറേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ PNG ഇമേജ് ആഡ് ചെയ്യുക. ശേഷം നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടി ആ ഒരു ഇമേജ് ആഡ് ചെയ്യുക. മൂന്നാമത് നമ്മൾ ആ ഒരു പുതിയൊരു പിക്ക് ഈ ഒരു പിക്ക് നമ്മൾ മൂന്നാമതായിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടില്ലേ, അതായത് ഈ PNG ആക്കി ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടോട് കൂടി ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മിറർ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മിറർ എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരാം. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, ബ്ലർ പോയിട്ട് മോഷൻ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആഡ് ചെയ്യേണ്ടത്, സ്ട്രിപ്സ് എഫക്റ്റ്. അതിന് നമ്മൾ ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ ഈ ഒരു സ്ട്രിപ്സ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ അതിൻ്റെ വിഡ്ത്തിൽ വരാം. വിഡ്ത്തിൽ വന്ന് നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഞാൻ കുറച്ച് ഫസ്റ്റായിട്ട് ആഡ് ചെയ്യുന്നില്ല, കുറച്ച് മാറി, ഫസ്റ്റിൽ നിന്ന് കുറച്ച് മാറി ഇവിടെ ആയിട്ട് ഒരു കീ ഫ്രെയിമും എൻഡിൽ നിന്നൊരു 1-2 സെക്കൻഡൊക്കെ മുന്നോട്ട്, അത് 2-3 സെക്കൻഡ് മുന്നോട്ടായിട്ട് ഒരു കീ ഫ്രെയിം. ഇതുപോലെ 2 കീ ഫ്രെയിമാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0യിലേക്ക് എത്തിച്ചു കൊടുക്കുക. സെക്കൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഫുള്ളാക്കി ഇൻക്രീസും ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0, സെക്കൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 1, അതായത് ഫുള്ളാക്കി കൊടുക്കുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു 4ാമത്തെ കർവ് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഫസ്റ്റ് ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഫാസ്റ്റ് മൂവ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വീണ്ടും നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സ്ട്രിപ്സ് എഫക്റ്റ് പോവുക. അതിൽ നമ്മൾ ആംഗിൾ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ആംഗിൾ നമ്മൾ 145 ഒക്കെ സെറ്റ് ചെയ്യുക. 145 ആണ്, ഒരു 145 ഒക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മളിവിടെ താഴേക്ക് വന്നാൽ നമ്മളിവിടെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമുക്ക്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് അനേബിൾ ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക, അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ നേരത്തെ ആഡ് ചെയ്തപോലെ 2 കീ ഫ്രെയിം ഇടുക. ഞാൻ ആ ഒരു സ്ഥലത്തൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ശേഷം നേരത്തെ ആഡ് ചെയ്തപോലെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്തായിട്ട് മൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇവിടെ ഈ താഴെയായിട്ട്. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ ചെയ്ത അതേ ഗ്രാഫ് നമ്മൾ ഇവിടെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ ഈ ഒരു സ്കെയിൽ ടൂൾ പോയിട്ട് അതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സൂം ഔട്ട് ചെയ്തതിന് ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ ചെയ്ത അതേ ഗ്രാഫ് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രിപ്സ് എഫക്റ്റ് വരുന്നതിന് കണക്കായിട്ട് നമുക്കിപ്പോൾ അത് ലഭിച്ചിട്ടുണ്ട്.
ശേഷം നമുക്ക് ആ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് ആ ഒരു രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒന്ന് കുറച്ച് സൂം ചെയ്ത് ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ആ ഒരു ട്രാൻസിഷൻ ഫുൾ സെറ്റായി. ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്ട്രിപ്സ് എഫക്റ്റ് ആഡ് ചെയ്ത് ആ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ബോർഡർ ആൻഡ് ഷേഡോയിൽ പോയിട്ട് ഷേഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ അവിടെ നിന്ന് ബാക്ക് വരാം. ശേഷം നമ്മൾ ഈ ഒരു PNG ഇമേജ് സെലക്ട് ചെയ്തിട്ട് അതിന് നമ്മളൊരു ഷേഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം അതിൻ്റെ ഷേഡോയിൽ വന്നിട്ട് നമ്മളതിൽ ഇവിടെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ 0യിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം എൻഡ് വരെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് സ്ട്രെച്ച് ടു സ്ക്രീൻ കൊടുത്തതിന് ശേഷം എല്ലാ ലെയറും സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് തരം എഫക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യുക. അതായത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് സൂം ആഡ് ചെയ്യാം, പിന്നെ ഏതെങ്കിലും ഓവർലേസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, ഷെയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റ് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സൂം ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ ഞാനൊരു ബേസിക് സൂമാണ് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ശേഷം ഞാൻ ഇവിടെ എൻഡിലും ഒരു സൂം ഔട്ട് സ്കെയിൽ ടൂളാണ് വേണ്ടത്. ഞാൻ ഇവിടെ എൻഡിൽ ഒരു സൂം ഔട്ടും കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഇതുപോലെ ഞാൻ ഒരു സൂം ഔട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെന്നുള്ളതൊക്കെ. ഇവിടെ ഓവർഷൂട്ട് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഞാനിതിലേക്ക് ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പ് പോയിട്ട് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്, മിറർ എനേബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ആഡ് എഫക്റ്റ് പോയിട്ട് ഞാൻ ഇവിടെ മോഷൻ ബ്ലറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞു വിടുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആ ഒരു എഡിറ്റിങ്ങിന് നമുക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഫുള്ളായിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഓവർഷൂട്ട് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഓവർഷൂട്ട് ഉണ്ടാകുമ്പോൾ ആ ഒരു ട്രാൻസിഷൻ കറക്റ്റ് ഒരു കിട്ടുന്നില്ല. ഓക്കെ, ഇതുപോലെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഏത് തരത്തിലുള്ള എഫക്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഒരു ട്രാൻസിഷൻ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. അതുപോലെ വീഡിയോ ലൈക്ക് അടിക്കാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോ വേണമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മളെ ഇൻസ്റ്റയിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.